നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി അയോധ്യയിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. സുരക്ഷാ ക്രമീകരണങ്ങൾ വളരെ ശക്തമാക്കിയിട്ടുണ്ട് എന്നും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിനെയും NSG ഉദ്യോഗസ്ഥരെയും പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട് എന്നും ലക്നൌ സോൺ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആയ പീയൂഷ് മോർദിയ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പ്രദേശത്ത് 3 DIGമാർ, 17 SP മാർ, 38 അഡീഷണൽ SP മാർ, 82 ഡെപ്യൂട്ടി SP മാർ, 90 ഇൻസ്പെക്ടർമാർ, 325 സബ് ഇൻസ്പെക്ടർമാർ, 35 വനിതാ സബ് ഇൻസ്പെക്ടർമാർ, 2000 കോൺസ്റ്റബിളുകൾ, 14 കമ്പനി PAC, 6 കമ്പനി CRPF എന്നിവരെ സുരക്ഷയുടെ ഭാഗമായി വിന്യസിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ADGP ആണ് ഇക്കാര്യം മാധ്യമങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി സുരക്ഷാ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഉത്തർപ്രദേശിന്റെ ഉപമുഖ്യമന്ത്രിയായ കേശവ് പ്രസാദ് 3 ദിവസമായി അയോധ്യയിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നുമുണ്ട്. എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയുടെ ഒരു റിഹേഴ്സൽ കൂടി അവിടെ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഡ്രോണുകൾ ഉപയോഗിച്ച് എല്ലാ പ്രദേശങ്ങളും വളരെ കർശനമായി തന്നെ നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങളും കൃത്യമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. അയോധ്യ സന്ദർശന വേളയിൽ ഏകദേശം 15,000 കോടി രൂപയുടെ പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത്. അങ്ങനെ അയോധ്യയിലേക്ക് വീണ്ടും മോദി എത്തുമ്പോൾ തീർച്ചയായും അവിടെ സുരക്ഷ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ അടുത്തിരിക്കുന്ന വേളയിലാണ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡുകളെയും CRPFനെയും ഒക്കെ അധികമായി വിന്യസിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പഴുതടച്ച സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.